നമസ്കാരം. ഈ കുട്ടികളിലും പ്രായമായവരിലും ഇപ്പോൾ ആത്മഹത്യാ ടെൻഡൻസി വളരെ കൂടി വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, ഈ കോവിഡിന് ഉള്ള അവസരത്തിൽ സ്കൂളില്ല, കോളേജില്ല, ആരുമായിട്ടും കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇതിനെല്ലാം അവർ എല്ലാ ഈ അതോറിറ്റീസ് കണ്ടുപിടിച്ച് എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലാണ്. ഇപ്പം മൊബൈലില്ലാതെ ആർക്കും ജീവിക്കാനൊക്കത്തില്ല. പിള്ളേരുടെ ഇതെല്ലാം ഈ ടെൻഡൻസികളെല്ലാം കൂടുകയാണ്. ഇതിനകത്തുള്ളതും ഇല്ലാതും എല്ലാം കുട്ടികളെല്ലാം പഠിച്ചു വച്ചിരിക്കുക. അപ്പം 3 വയസ്സുള്ള കുട്ടി 18 വയസ്സുള്ള ആളുടെ മൊബൈലിൽ കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് എപ്പോഴും അങ്ങനെയാണ്, നെഗറ്റീവിലേക്കാണ് നോട്ടം. അതായത് നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി അതാണ്. ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസിയാണ് ഏറ്റവും കൂടുതൽ. കൺസ്ട്രക്റ്റീവ് വളരെ കുഴപ്പമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശീകരണം ആണ് ഇവർ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങളാണ്. എന്ത് ആവശ്യമില്ല അതിനെപ്പറ്റി അവർ കൂടുതൽ വരും. ഇപ്പം നമ്മളും അതുപോലെയാണ്. നമുക്ക് എന്തെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്തതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, ആവശ്യമില്ലാത്തതിന് ഒരു പ്രാധാന്യമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ അവർക്ക് പുതിയ കാറ് വേണം, പുതിയ ബൈക്ക് വേണം, കുട്ടികളാണെങ്കിൽ പുതിയ കളിപ്പാട്ടം വേണം, സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാം പുതിയ കാര്യങ്ങൾ, പഴയൊന്നും അവർക്ക് വേണ്ട. പക്ഷേ ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് ഇത് റിപ്പയർ ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് തന്നെ അറിയാം, ഈ 45 ലക്ഷം 50 ലക്ഷം രൂപ ഒരു ഇതില്ലെങ്കിൽ തന്നെയും എല്ലാവരും കാണിക്കാനായിട്ട് ഒരു പുങ്കവൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടും, അവസാനം ഇതിന് ടാക്സ് അടയ്ക്കാൻ ഒക്കുന്നില്ല, അതിൻ്റെ പ്രീമിയം അടയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം ഇത് നോക്കിക്കഴിഞ്ഞിട്ട് ഒന്നിയിൽ അവനിത് ആർക്കെങ്കിലും കൊടുക്കുന്നത് ആത്മഹത്യ ചെയ്ത്, അതല്ല ഒരു വലിയ ബുദ്ധിമുട്ടാണ് കടമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലത് അവൻ്റെ ആത്മഹത്യയെ പോയി അവസാനിക്കാനൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇത് അനാവശ്യമായിട്ട് ഇപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയാൻ മറ്റൊന്നുമില്ല. അയൽവാസി ഒരെണ്ണം വാങ്ങിച്ച്, അപ്പോൾ ഇവന് അത് കണ്ട് അത് വാങ്ങിച്ച്, മറ്റവൻ പൈസ കൈക്കൂലി വാങ്ങിച്ച് അനധികൃതമായിട്ടോ കള്ളക്കടത്തിലോ ആയിരിക്കും വലിയ വണ്ടി ഉപയോഗിച്ച് ഇവനത് വീട് പണയം വെച്ച് വയ്ക്കും. അവസാനം വീട് ബാങ്ക് കൊണ്ടുപോകും. അവസാനം കാണുന്നത് ആത്മഹത്യാ ടെൻഡൻസി, ആത്മഹത്യയിൽ നിന്ന് അവസാനിക്കും. ഇതിലൊക്കെ ഭയങ്കര കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യമാണ്. ഇപ്പോൾ മൊബൈൽ കളിക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. അല്ലെങ്കിൽ മൊബൈൽ ഏതെങ്കിലും ഒരു മൊബൈൽ കണ്ടിട്ടില്ലെങ്കിൽ അത് വേണം. പിന്നെ പുതിയ കാര്യങ്ങൾക്ക് അവർക്ക് വേണം. ഇപ്പോൾ ഒരു ബൈക്ക്, നല്ല പുതിയ ബൈക്ക്, ആ മോഡൽ അവർക്ക് രക്ഷകർത്താക്കളുടെ ഈ പൈസ കാണില്ല. അത് അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അവർക്കത് വേണം. അത് തന്നില്ലെങ്കിൽ അവിടെ വീട്ടിൽ ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ തൂങ്ങി മരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ആൾ വിചാരിക്കും ഒരു കാര്യം ചെയ്താൽ വീട്ടിൽ കിടന്ന് മരിക്കേണ്ട, റോഡിൽ കിടന്ന് നിവർത്തിയില്ലാതാണ് വാങ്ങിച്ചു കൊടുത്ത്. അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യയാണ്. അപ്പോൾ ആത്മഹത്യയുടെ ലക്ഷൂറിയസ് ലൈഫാണ് ആത്മഹത്യയുടെ ഒരു പ്രധാന കാരണം. പിന്നെ ഇപ്പോൾ ലക്ഷൂറിയസ് ആയിട്ട് തന്നെയാണ് ഈ മൊബൈലും തന്നെ ആളുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെറിയ മൊബൈലല്ല, ആളുകൾക്ക് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ള സിസ്റ്റമാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഈ കുട്ടികൾക്ക് ആത്മഹത്യ ടെൻഡൻസി കൂടാനുള്ള കാരണം, ഒരു 16 വയസ്സെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വലിയ റേഡിയേഷനുള്ള സാധനമാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ടെലിഫോൺ തന്നെ, ഒരു മൊബൈൽ തന്നെ, അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ജെലാറ്റിൻ സ്റ്റിക്കിൻ്റെ പവറാണ്. ഒന്നും വേണ്ട, നമ്മൾ ഇവിടുന്നത് ഡെയിലി എഴുതി കഴിഞ്ഞാൽ ലോകം മുഴുക്കെ നമുക്ക് കിട്ടും. ഓസ്ട്രേലിയയിൽ കിട്ടും, അമേരിക്കയിൽ കിട്ടും, എവിടെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ എന്താണെന്ന് ആലോചിച്ചാൽ വലിയ സംവിധാനമൊന്നും അതിലില്ല. അപ്പോൾ എല്ലാ സംവിധാനമുള്ളപ്പോൾ, അതായത് 5G ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് ഇല്ലാത്ത, എന്തുമാത്രം റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ കുട്ടികളുടെ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യും. അത് അവിടെ റേഡിയേഷൻ തരംഗങ്ങളുണ്ടാക്കി ഹൈ റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ കൊണ്ട് തന്നെ കുട്ടികളുടെ സമനില തെറ്റും. അവർക്ക് ടോളറൻസ് ഇല്ല. ഒന്നും വേണ്ട, അവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ആ മൊബൈൽ വാങ്ങിച്ചാൽ മതി, ഒന്നും വേണ്ട ഒരു റിമോട്ട് വാങ്ങിച്ചാൽ മതി, അവർ കിടന്ന് ബഹളം ഉണ്ടാക്കും. കണ്ടില്ലേ, SLC പഠിക്കുന്ന പിള്ളേർ ജയിക്കുന്ന പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ടോളറൻസ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ കുട്ടികൾക്കില്ല. അത് പഠിപ്പിക്കേണ്ടത് രക്ഷകർത്താക്കളും ടീച്ചേഴ്സുമാണ്. അപ്പോൾ അത് ട്രെയിനിങ് വരുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിനാണ് ഏറ്റവും വലിയ ട്രെയിനിങ് വേണ്ടത്. ഈ ടീച്ചേഴ്സിന് അവർക്ക് ലക്ഷം ടൈം കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു ഇതും കുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എനിക്കറിയാം, ചില ആൾ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ഇതിനകത്തുണ്ട് റിപ്പോർട്ടെന്ന് പറയും. നമുക്കിത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമുണ്ടോ? അത് മാത്രമല്ല, ഹൈ റേഡിയേഷൻ ആണെന്നുള്ളത് വിവരമുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് നമ്മൾ ഈ റേഡിയേഷൻ എത്രത്തോളം റേഡിയേഷൻ വരുന്നത് അത്രത്തോളം നമ്മുടെ സമനില തെറ്റിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തരംഗങ്ങൾ, അത്രയ്ക്ക് പിന്നെ ഇഞ്ചൂരിയസ് തരംഗങ്ങളാണ് റേഡിയേഷൻ കൊണ്ട്. അപ്പോൾ അത് കുട്ടികളെ റേഡിയേഷൻ കുട്ടിക്കാലത്ത് തൊട്ടേ ഈ സാറന്മാർ പഠിപ്പിക്കണം. രക്ഷാകർത്താക്കൾക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ തന്നെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയാണത്. അപ്പോൾ എന്തുമാത്രം റേഡിയേഷൻ കുട്ടികൾക്ക് ഉണ്ടാകുന്നു നോക്ക്. ഇത് തന്നെ ഒരു ആത്മഹത്യ ടെൻഡൻസി വരും. പിന്നെ കർഷകരിലെ എല്ലാവരുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലാണ് ലോകത്തിലേക്ക് നമുക്ക് പറയാം ആത്മഹത്യ ടെൻഡൻസി കൂടി വരുന്നത്. ശാരീരികം, മാനസികം, സാമ്പത്തികം എല്ലാ സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും അതിൽ വരുന്നുണ്ട്, കടബാധ്യത വരുന്നുണ്ട്, സകല കാര്യങ്ങൾ വരുന്നുണ്ട്. അവസാനം സുഖം കണ്ടുപിടിക്കുന്നത് ആത്മഹത്യ ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ആത്മഹത്യ ടെൻഡൻസി മാറാനായിട്ട് നമ്മൾ വളരെ സിമ്പിൾ ലൈഫ് കുട്ടികളെ എല്ലാവരും കൂടി പഠിപ്പിക്കണം. അതുപോലെ സമൂഹത്തിനെയും പഠിപ്പിക്കണം. ചില ആൾ ഇത് വാങ്ങിക്കും, ചില ആൾ പറയും നമുക്ക് കടം വരുമ്പോഴത്തേക്ക് ചില ആളെല്ലാം ഇതെല്ലാം പിന്നെ ആളുടെ വീടിൻ്റെ കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കും. അപ്പോൾ ആളുടെ ബിസിനസ്സൊന്നും പൊട്ടിയിട്ടില്ല, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അതിന് ബാങ്കുകളുടെ അത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഗൂഗിൾ പേ പിന്നെ ബാങ്ക് സർവീസ് അവരാദ്യം പറയും ഇതെല്ലാം നിങ്ങൾക്ക് 3 മാസത്തേക്ക് ഫ്രീ ആണ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊന്നും അവരാരും അറിയുന്നില്ല. ഇത് പിന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്നും എടുക്കും, രണ്ടുപേരുടെ കയ്യിൽ നിന്നും എടുക്കും. പക്ഷേ അതും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കഴിയുന്നത് ഈ ഗൂഗിൾ പേ ഒഴിവാക്കി ഈ ട്രാൻസാക്ഷനൂടെ ചെയ്യണം. ഓരോ ഗൂഗിൾ പേ എടുക്കുമ്പോഴത്തേക്കും ഈ റേഡിയേഷൻ അവർക്ക് എല്ലാ ദിവസവും വരികയാണ്. ഈ ഒരു ദിവസം ഒരു 10-20 പ്രാവശ്യം എല്ലാവരും കൂടുതൽ വരും. കാരണം എല്ലാത്തിനും മൊബൈലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിയുന്നത് മൊബൈൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തെങ്കിലും നമ്മൾ വളരെ ദൂരെ വെച്ചേക്കണം. അതല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് വയ്ക്കുക. കാരണം ഓഫ് ചെയ്യുന്നത് നല്ല, അല്ലെങ്കിൽ തന്നെ ദൂരെ തന്നെ വെച്ചേക്കണം. പക്ഷേ ഇത് തലാണിയുടെ കീഴ് വെച്ചാണ് ഇവർ ഉറങ്ങുന്നത്. അപ്പോൾ അതും ആത്മഹത്യ ടെൻഡൻസിക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരു കാര്യമാണ്. പക്ഷേ ഈ റേഡിയേഷൻ കുറയ്ക്കുന്നതിന് ഒരൊറ്റമൂലിയുണ്ട്. നമ്മുടെ കറുകപ്പുല്ലില്ലേ, ആ കറുകപ്പുല്ലിൻ്റെ ജ്യൂസ് കഴിച്ചാൽ റേഡിയേഷൻ വളരെ കുറയും. പിന്നെ അതുപോലെ വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് മുളപ്പിച്ച് അരിയിൽ നിന്ന് എടുക്കുക. കാരണം ഇതെല്ലാം പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നത്. അപ്പോൾ കറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിരോധ ശക്തി ഒരു സിമ്പിൾ തിങ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉണങ്ങി കിടക്കും. പക്ഷേ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും പൊട്ടി കളിക്കും. അത്രയ്ക്ക് പ്രതിരോധ ശക്തിയുണ്ട്. അപ്പോൾ ആൾക്ക് പ്രതിരോധ ശക്തി കൂട്ടണമെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കുറയ്ക്കുന്നതിനും ഇത് ഒക്കെ വളരെ ഫലപ്രദമാണ്. അതൊരു നിങ്ങളൊരു നാച്ചുറോപ്പതിക് ഡോക്ടറെയോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതേപ്പറ്റി പറഞ്ഞു തരും. എൻ്റെ സൊല്യൂഷൻ ഞാനായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിനുള്ള മെഡിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട്സുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണം കോഎൻസൈം Q10 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ വളരെ വളരെ കുറയ്ക്കും. ഈ സയൻറ്റിസ്റ്റ് തന്നെ അതാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ നമുക്കൊരു പ്രയോജനം വരണം. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന ഹോളിസ്റ്റിക് മെഡിസിനാണ്. മാൻ ട്രീറ്റ് ആസ് എ ഹോൾ, മെൻ്റലി ആൻഡ് ഫിസിക്കലി. പല വൈദ്യശാസ്ത്രങ്ങൾ ചേർത്തുള്ള ശരീരത്തിനും മനസ്സിനും മാക്സിമം ഫലപ്രദമായിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ എങ്ങനെയാണ് ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നത്, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത്, ആൻജിയോഗ്രാം ഒഴിവാക്കുന്നത്, അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ലേസേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി. അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതാണ്.